തൃശൂർ കാച്ചേരിക്ക് പിന്നാലെ ചേലക്കര മണ്ഡലത്തിലും ബി.ജെ.പി കിറ്റ് വിതരണമുണ്ടായി. 127-ാം ബൂത്തിൽ മേലെ മുറിയിലാണ് ബി.ജെ.പി പ്രവർത്തകർ എത്തി കിറ്റ് വിതരണം നടത്തിയത്. എൽ.ഡി.എഫ് പ്രവർത്തകർ എത്തി തടഞ്ഞതോടെ കിറ്റ് വിതരണം ചെയ്യാനെത്തിയവർ ഓടിമാറി. ഇവിടെ വന്ന കുന്നുമ്പിലെ രാമന്റെ അതൊക്കെ വന്നു. അതെ, കുന്നുമ്പിലെ അമ്മുജാക്ഷിയുടെ ബോംബെയിൽ നിന്ന് കൊടുന്ന പെണ്ണ് അവിടെ മതി. എന്താണ് പേരെന്താ? എന്തോ അവന്റെ പേര് വാസുവാണോ? വാസുവിന്റെ ആരൊക്കെ അവര് പറഞ്ഞാലിപ്പോ പറഞ്ഞവർക്ക് നമ്മൾ ചെയ്തോളണമെന്നൊന്നുമില്ലല്ലോ. എന്താ കാച്ചേരിയിലെ കിറ്റ് വിതരണത്തിൽ ബി.ജെ.പി നേതാക്കളെ പ്രതിചേർക്കാത്തതിൽ പ്രതിഷേധിച്ച് എൽ.ഡി.എഫ് ജില്ലാ കളക്ടറേറ്റ് മുന്നിൽ CPI CPM ജില്ലാ സെക്രട്ടറിമാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ബി.ജെ.പി നേതാവിന്റെ സഹോദരന്റെ കമ്പനിയിൽ നിന്ന് കിറ്റുകൾ പിടികൂടിയത്. കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത് വ്യാപകമായി കിറ്റുകളും പണവും വിതരണം ചെയ്യുന്നത് അവിടെ മേലെ നിന്നുള്ള ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനില്ലാതെ ഇടപെടില്ല എന്നുള്ള ഉറപ്പിന്മേലാണോ ഇവർ ചെയ്യുന്നതെന്നുള്ള സംശയം കൊണ്ടാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേർന്നത്. ലെവിൻ, ഒന്നിനു പുറകെ ഒന്നായി ബി.ജെ.പിയുടെ എങ്ങനെയും വോട്ട് നേടണമെന്നുള്ള തന്ത്രങ്ങളെല്ലാം പൊളിയുന്ന വ്യക്തമാകുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. ഇതിപ്പോൾ എവിടെയാണ് സംഭവം? അഞ്ജലി, തൃശൂർ ജില്ലയിൽ ഇത് 4ാമത്തെ കേന്ദ്രത്തിലാണ് കിറ്റ് വിതരണം നടന്നതായുള്ള പരാതിയും ആരോപണങ്ങളും പ്രതിഷേധവും ഉണ്ടാകുന്നത്. തൃശൂർ ഒളരിയിലായിരുന്നു ആദ്യം, പിന്നാലെ വാടാനപ്പള്ളി, അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി തൃശൂർ കാച്ചേരിയിൽ കിറ്റ് വിതരണം. ഇന്ന് വൈകിട്ട് 6:30യോടുകൂടിയാണ് തൃശൂർ ചേലക്കര മണ്ഡലത്തിലും ബി.ജെ.പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണത്തിനുള്ള ശ്രമം നടന്നത്. ചേലക്കരയിൽ നടന്ന സംഭവത്തിൽ ഇതറിഞ്ഞുകൊണ്ട് എൽ.ഡി.എഫ് പ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ ബി.ജെ.പി പ്രവർത്തകർ ഈ കിറ്റ് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇത് കിറ്റ് നൽകിയ വയോധിക തനിക്ക് കിറ്റ് ലഭിച്ചുവെന്നും അത് ബി.ജെ.പി പ്രവർത്തകരാണ് കിറ്റ് വിതരണത്തിനായി എത്തിച്ചതെന്നും സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരു സ്ഥലത്തും കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെ ബി.ജെ.പി പ്രവർത്തകരായ ആളുകൾക്കെതിരെ കേസെടുത്തിട്ടും ഒരു സ്ഥലത്തും തങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് സമ്മതിക്കാനോ അല്ലെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാനോ ബി.ജെ.പി നേതാക്കളോ നേതൃത്വമോ NDA പ്രവർത്തകരോ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബി.ജെ.പി പ്രവർത്തകർ തന്നെയാണ് 2 ഇടങ്ങളിൽ കിറ്റ് വിതരണം ചെയ്തതിന്റെ പേരിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് കാച്ചേരിയിൽ നടന്ന സംഭവത്തിലും LDF പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും കേസെടുക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. ഇതിന് പിന്നാലെയാണ് ചേലക്കരയിൽ ഇപ്പോൾ കിറ്റ് വിവാദം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് LDF നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ന് കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധവും അല്പസമയങ്ങൾക്ക് മുൻപ് നടന്നിരുന്നു. ഈ കാച്ചേരിയിലെ സംഭവത്തിൽ പരാതി നൽകാൻ എത്തിയപ്പോൾ ജില്ലാ കളക്ടർ അവിടെ നിന്നും പോയത് പ്രതിഷേധത്തിനിടയാക്കിയത്. ഈ പരാതി ഈ കളക്ടർ ഇവിടെ ഓഫീസിൽ നിന്നും പോയതിന് പിന്നാലെ CPM CPI ജില്ലാ സെക്രട്ടറിമാരും LDF നേതാക്കളും കുത്തിയിരുന്നു കൊണ്ട് അരമണിക്കൂറിലേറെ പ്രതിഷേധിച്ചു. പിന്നീട് പോലീസ് ഇവിടെ എത്തി ഇവരെ അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമം നടത്തിയത് നേരിയ തോതിലുള്ള വാക്കുതർക്കത്തിനിടയായി. ഈ സംഭവം വീണ്ടും പ്രതിഷേധം ശക്തമാകുമെന്ന് വ്യക്തമായതോടുകൂടി തൃശൂർ ADM സ്ഥലത്തെത്തുകയും LDF നേതാക്കളുടെ കയ്യിൽ നിന്നും പരാതി സ്വീകരിക്കുകയുമായിരുന്നു. അതിനുശേഷം ഈ കാര്യങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് LDF നേതൃത്വം പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുള്ളത്. ഏതായാലും തൃശൂരിനെ സംബന്ധിച്ചുകൊണ്ട് കിറ്റ് വിവാദം ഒന്നിടവിട്ട് പല മണ്ഡലങ്ങളിലും പല സ്ഥലങ്ങളിലുമായി ബി.ജെ.പിക്ക് കുരുക്കായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഇതേക്കുറിച്ച് വിശദീകരിക്കാനോ അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ ബി.ജെ.പിയുടേതായിട്ടുള്ള ഒരു പ്രതികരണമോ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. വിവിധ മണ്ഡലങ്ങളിലാണ്, തൃശൂരിലും ചേലക്കരയിലും അതോടൊപ്പം തന്നെ മണലൂർ മണ്ഡലത്തിലുമാണ് ബി.ജെ.പി നേതാക്കൾ കിറ്റ് വിതരണം ചെയ്യുകയും ആ സംഭവം പുറത്തറിയുകയും LDF UDF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രിയും ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും കിറ്റ് വിതരണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകത്ത് സമഗ്രമായി ഇടപെടണമെന്നും മൈക്രോ സ്ക്വാഡുകൾ പരിശോധന നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് LDF നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഞ്ജലി, വോട്ടിനായി പല മണ്ഡലങ്ങളും ബി.ജെ.പി വ്യാപകമായി പണം ഒഴുക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലെവിൻ കെ വിജയനാണ് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.